ഇതിന് ഇവിടെ ഓക്കെ. അതാ അതെ, എല്ലാം നിർത്തിയെന്ന് എൻ്റെ തലത്തോട്ടല്ലേ സത്യം ചെയ്തത്? എൻ്റെ റോസി നിനക്കറിയാലോ, കോയിക്കൽ സാറ് പറഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇതിപ്പോൾ ആളെ കൊല്ലാനൊന്നുമല്ലല്ലോ, 2 പിള്ളേരെ പിടിച്ചു കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അല്ലേ അല്ലേ? അരവിന്ദൻ മരിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ന്യൂസിലൊക്കെ കണ്ടേനെ. കോയിക്കലേതായാലും പോലീസിനോട് ഈ കാര്യമൊന്നും പറയില്ല. പകരം ഏതെങ്കിലും മച്ചാനെ വിടാനാണ് സാധ്യത. ആൻഡോ, ആ പിള്ളേരെ കിട്ടിക്കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പണിക്ക് പോയിക്കൊള്ളാം. മനസ്സിലായല്ലോ? വേണ്ട, കരയുണ്ട് 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 കേട്ടോ. അമ്മയുടെ മൂലലേടി. കഴിഞ്ഞ 3 വർഷത്തെ നിങ്ങളുടെ പാർട്ടി നടത്തിയ വികസന അജണ്ടയെ പരാമർശിച്ച് കോയിക്കൽ നടത്തിയ വിവാദ പ്രസ്താവനയെ പറ്റി എതിർ സ്ഥാനാർത്ഥി കൂടിയായ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കോയിക്കൽ ചന്ദ്രശേഖരൻ MP ആയിരുന്ന കാലത്ത് കാട്ടിക്കൂട്ടിയതിന് ജനങ്ങൾ കൊടുത്ത മറുപടിയായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിലെ റിസൾട്ട്. ഈ ബൈ ഇലക്ഷനിലും ഞങ്ങൾ വിജയം ആവർത്തിക്കും. ജനങ്ങളും മണ്ടന്മാരൊന്നല്ലല്ലോ. കഴിഞ്ഞ 3 കൊല്ലക്കാലം കൊണ്ട് ഇവിടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് അവർക്കറിയാം. അവരോടൊന്ന് ചോദിച്ചു നോക്കിയേ. എന്നെ വന്നിരുന്നോ? ഇല്ല, എന്ത് പറ്റി? ഒന്നുമില്ല. എനിക്ക് ആ സിദ്ദിഖിന്റെ നമ്പർ ഒന്ന് അയച്ചു തരുമോ? ഏത് സിദ്ദിഖ്? ഈച്ച സിദ്ദിഖ്. എന്താ കാര്യം? വീട്ടിലൊരാവശ്യത്തിനാ. അവരെത്തിയല്ലോ അല്ലേ? ഇല്ല, എത്തിയിട്ടില്ല. 2 ദിവസം കൂടെ പിടിക്കും. നോർത്ത് ഇന്ത്യക്കല്ലേ പോയിക്കണേ. ഓ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇക്ക പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ എന്ത് കാണിക്കാനാ? ഇപ്പൊ നടക്കാനൊന്നും പറ്റില്ലെന്നേ. ആദ്യമൊക്കെ ഭയങ്കര ബോറായിരുന്നു. ഇപ്പൊ ഏകദേശം സെറ്റായി. പിന്നെ ആകെയുള്ള സീൻസ്. അവരെത്തിയ ഉടനെ നീ അങ്ങ് ഇറങ്ങുമല്ലോ അല്ലേ? ഇറങ്ങും. ടീച്ചറുടെ നമ്പർ ഒന്ന്. ഓക്കെ. പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിൽ ഉമ്മാരുമായിട്ട് യാതൊരു ഡീലിങ്സിനും നമ്മൾ പോകാറില്ല. ഈ ചേട്ടൻ അറിയാമല്ലോ പാർട്ടി കാര്യങ്ങൾ. ജസ്റ്റ് യൂസ് ആൻഡ് ത്രോ. പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഉമ്മാർ എങ്ങോട്ട് പോകുന്നോ എവിടെ താമസിക്കുന്നതെന്നോ ഒന്നും അന്വേഷിക്കേണ്ട കാര്യം നമുക്കില്ല. അതിൻ്റെ കൂടെ ചേർത്താണല്ലോ ക്യാഷ് കൊടുക്കുന്നത്. അപ്പം നിസാമിന് സുധിയെ നേരിട്ട് പരിചയമൊന്നുമില്ല? ഇല്ല. മറഡോണനെയോ? പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്, പക്ഷെ അടുപ്പൊന്നുമില്ല. നിസാമിന്ന് എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുമെന്ന് കരുതിയിട്ട് വന്നൊന്നുമല്ല. എന്തായാലും അവന്മാർ ഒളിവിലാണല്ലോ, ഇനി ഒളിവിൽ തന്നെ ആയിരിക്കും. നിസാമേ, മാർട്ടിനായിട്ട് എന്താ ഇടപാട്? അതാ വക്കീലിൻ്റെ കേസിലെ പയ്യന്മാരെ പറ്റി അറിയാനാ. വെറുതെ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്. ഇല്ല ചേട്ടാ, ഞാൻ അങ്ങനെ ഡീൽ ചെയ്തേക്കുന്നത്. അവന്മാർ വേറെ എന്തൊക്കെയോ തരികൂടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നീ സേവ് ചെയ്യാനൊന്നും പോണ്ട, ഒന്ന് വിട്ടുപിടിച്ചോ. അതത്രേ ഉള്ളൂ. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ സാറിൻ്റെ അടുത്ത് നിൻ്റെ കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സാർ ഹാപ്പിയാണ്. ഈ പ്രശ്നം ഇവിടെ വെച്ച് നിർത്തിയാൽ നിനക്ക് കൊള്ളാം. മനസ്സിലായല്ലോ? മുത്തേ അറിയില്ലെന്ന് മാത്രം പറയല്ലേ, എന്റെ തല പൊട്ടുവാ. നീ കാര്യം പറഞ്ഞേ. പായിപ്പാട്ടയോടി വെള്ളമായൊരിൻ മോഹക്കായൽ മോടി വെള്ളമാണു നീ, മാപ്പു നീ തരൂ തരൂ. ഇതിന്റെ ഫസ്റ്റ് ലൈൻ എന്തുവാടി? എന്റെ നാവിന്റെ തുമ്പത്തുണ്ട്. നീ ഒന്ന് മൂളിയാലും മതി. നീ ഒന്ന് വെച്ചിട്ട് പോയേ. ഡ്യൂട്ടിക്കിടയിൽ അവളുടെ ഒരു മാപ്പും കോപ്പും. ഓ ഡ്യൂട്ടി അല്ലെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞ തന്നെ വെച്ചിട്ട് പോടി. ശേ, ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ 1000 തളിർത്തുമ്പികൾ. ഹലോ, ഇതാരാ? മലയാളിയാന്ന് മനസ്സിലായി. ഹലോ, ആണാണെന്ന് എനിക്കറിയാം. ഇനി ആണല്ലേ? ഹലോ.
മഴക്കാലത്ത്, അതും ബാംഗ്ലൂരിൽ. ഇതൊരു ക്ലൂ അല്ല. ഇതെന്താ, ഊമയാണോ? അശ്ശോ, സമയായി. ഞാൻ പോവാണേ. എന്നാ ഓക്കെ, ബൈ. வெயிட் உங்கள்கிட்ட யார் போக வேணான்னு சொன்னா? சொல்லிட்டு போன்னு தானே சொன்னேன். ஒரு மெசேஜ் அனுப்புறதுக்கு எவ்வளோ நேரம் தான் ஆகுது? சரி, சீக்கிரமா வா. சிகரெட் இருக்கா? ஐ ஹேட் ஸ்மோக்கிங். ஓ, ஹூ ஆர் யூ? நான் நாதியாவோட கசின் பிரதர். நான் தமிழ் பேசுகிறேன்னு உங்களுக்கு எப்படி தெரியும்? ரொம்ப மெதுவாக தானே பேசுகிறேன். அம்மா நிறைய சீரியல் பார்ப்பாங்கல்ல, எனக்கு தமிழ் படம் தான் ரொம்ப பிடிக்கும். நான் தலைவர் ஃபேன். ஓ, நானும் தான். பை த வே, ஐம் நரேஷ். மரடோனா. ஆமாம், எங்கே தியாலாம் காணோம்? 2-3 டேஸா? அவங்க டூர் போயிருக்காங்க. 2 டேஸில் வந்துடும். நீங்கள் போகலையா? இல்லை, ஒரு சின்ன ஆக்சிடென்ட். என்னாச்சு? ஒரு ஆக்சிடென்ட், அவ்வளோதான். ஆ, லவரா? ஆமாம். ஓகே, என்ஜாய். குட் நைட். ஓகே, குட் நைட். പിടിച്ചോ. ഹലോ മിസ്റ്റർ വിസിൽമാൻ. അതെ മാഷേ, ഇതിങ്ങനെ പോയി ചളിയായിരിക്കും തോന്നണല്ലേ? എന്നാ ഞാൻ പോവാ. അയ്യോ ആശേ, പോവല്ലേ, പിണങ്ങല്ലേ. എന്താ സംസാരിക്കണമെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ച് നിന്ന് പോയതാ. ആശ പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നാട്ടിലെ ചിട്ടികളോ പൈസയൊക്കെ അയച്ചു കൊടുത്തോ? ജോളി ഇപ്പൊ കൃത്യസമയത്ത് റൂമിൽ എത്തുന്നുണ്ടോ അതോ ഇപ്പോഴും സജിനുമായിട്ട് കറക്കത്തിലാണോ? നെറ്റ് കയറുന്ന 2 ദിവസമായില്ലേ, റീചാർജ് ചെയ്യണില്ലേ? അയ്യോ മതി 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 മതി. സത്യം പറ, താൻ ആരാ? ഈ ഫോണൊക്കെ ചോർത്തുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണോ? നിന്റെ ഈ ബാൽക്കണിയിൽ നിന്നുള്ള ഫോൺ വിളി കാരണം കൊണ്ട് താഴത്തെ പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊരു വാർത്തയുണ്ട്. അതെ, അകത്ത് റേഞ്ച് ഇല്ലെന്നേ, അതാ. അല്ല, എന്നതാ പേര്? മറഡോണ. നാട്ടിലെവിടെ സ്ഥലം? തൃശ്ശൂരാണ്. ഓ, എന്നതാ പരിപാടി? അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നാട്ടിലൊരുത്തന്നെ അടിച്ച് പപ്പോടാക്കിയിട്ട് ഒളിച്ചു താമസിക്കാൻ വന്നാണ് ഇവിടെ. ശരിക്കും എന്നതാ പരിപാടി? നാട്ടിൽ വണ്ടി കച്ചവടമാണ്. ഇതെൻ്റെ ഇത്താത്തര വീടാ. ഇവിടെ ബാംഗ്ലൂർ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വന്നതാ. ഇവിടെ വെച്ച് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. അയ്യോ, എന്നിട്ടൊന്നും പറ്റിയോ? ഏയ്, അങ്ങനെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. അല്ല, ഹോം നേഴ്സ് ആണല്ലേ? രാവിലെ 7 മണിക്ക് വരുന്നു, വൈകിട്ട് 5 മണിക്ക് പോകുന്നു അല്ലേ? ഞാൻ 8 പഠിക്കുമ്പോ എനിക്ക് ഒരാൾ ഇഷ്ടമായിരുന്നു. അയാളുടെ പേര് എന്നാന്നറിയോ? ഇല്ല. എന്തേ? അല്ല, എന്നെ പറ്റി ഇനി അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കിയതാ. അത് കൊള്ളാം. ഞാൻ ഒന്ന് അകത്തേക്ക് ചെല്ലട്ടെ. അയ്യോ ആശ, പോവാണോ? പോയിട്ട് വരാം. ഓക്കെ, ബൈ. ബൈ.
പെട്രോളിന്റെ സഖാവേ ഒരു ചിപ്സി എടുക്കാൻ. ആ, മുതലാളി എവിടെയാണ്? നാം ഒരു തീർത്ഥാടനത്തിലാണ്. പറയൂ വത്സ. വത്സൻ നിന്റെ അച്ഛൻ. താങ്കൾ കർണാടകയിലാന്ന് ഈച്ച പറഞ്ഞു. എവിടെയാണാവോ? അതെ, ഞാൻ കർണാടകയിലാണ്. നിസാമുക്കയുടെ പെങ്ങളുടെ വീട്ടില്. അതിനിടയ്ക്ക് കാലം തൊടിഞ്ഞായിരുന്നേ. ക്ലാസ് ഒക്കെ ട്രിപ്പാണ്. നന്നായി. എൻ്റെ അടുത്ത് ഓടിക്കോളാൻ പറഞ്ഞിട്ട് മുതലാളി നല്ല ബേഷായിട്ട് മേടിച്ചല്ലേ. ഞാനും നല്ല പടം കൊടുത്തിട്ടുണ്ട്. അവൻ ചാവാണ്ട് രക്ഷപ്പെട്ടത് ഭാഗ്യം. ഈച്ചനെ കൂടെ നാട്ടിൽ അന്വേഷിപ്പിച്ചിരുന്നു. ആ ഈച്ച പറഞ്ഞു. എൻ്റെ ഇപ്പൊ എവിടെയാണ്? കളിയിക്കാവിള. കളിയക്കാവിള. ആ, ഇനി എന്താണ് പരിപാടി? കന്യാകുമാരിയിൽ ഒരു ധ്യാനകേന്ദ്രമുണ്ട്. അവിടെ വരെ ഒന്ന് പോയി നോക്കട്ടെ. ചിലപ്പോൾ നന്നായാലോ. ആ, നല്ലതാ. KK ലോഡ്ജ് എന്നല്ലേ ആ ധ്യാന കേന്ദ്രത്തിന്റെ പേര്? നോക്കിക്കോ. എടാ, പിന്നെ എനിക്കിവിടെ ഒരു ധ്യാനം കൂടാനുള്ള സെറ്റപ്പ് ഒക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. വേണമെങ്കിൽ ഞാനും വരാട്ടോ. ഓ വേണ്ട, മീനവിലൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം. എടാ, നിസാമൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ആ കോഴിക്കോട്ടത്തെ വക്കീൽ കേസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ എന്താണ് അയാൾ ഉദ്ദേശിക്കുന്ന ഒരു പിടിയില്ല. ഏതായാലും ഇലക്ഷൻ തീരുന്നവരെ നമ്മളിങ്ങനെ മാറി നിൽക്കുന്നതാണ് നല്ലത്. നീ എന്നെ ഇടയ്ക്കൊന്ന് വിളിക്കേ? ഓക്കെ മുതലാളി. വേറൊന്നുമില്ലല്ലോ. ഇല്ലടാ. എന്നാ വിളിക്കടാ. ഓക്കെ. ഈ സുധി എന്ന് പറയണവൻ റണ്ണിങ്ങിലാണ്. അവൻ്റെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ പെരിന്തൽമണ്ണ, എടപ്പള്ളി, കളിയക്കാവിള ഇവിടെ നിന്നുള്ള ATM ൽ നിന്നാണ് അവൻ പൈസ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് അവൻ നാഗർകോവിൽ, കന്യാകുമാരി ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടാവുക. അരവിന്ദിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ മറ്റവന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. മൂവ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഒന്നുകിൽ മറഡോണ സുധിയോടൊപ്പം കാണും, അല്ലെങ്കിൽ അവൻ എവിടെയോ സെറ്റിലായിട്ടുണ്ട്. ഞാനെന്തായാലും കന്യാകുമാരി ഭാഗത്തേക്കൊന്ന് പോകുന്നുണ്ട്. മാർട്ടിൻ, ഇലക്ഷന്റെ പ്രഷർ കയറുന്നതിന് മുമ്പ് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. അറിയാം. എനിക്ക് ഒന്നുകൂടി മൈസൂർ വരെ ഒന്ന് പോകേണ്ടി വരും. അവിടെ ജയന് സാവിത്രി മാത്രമേ ഉള്ളൂ. മാർട്ടിൻ വിളിച്ചാൽ മതി. ആ നിസാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയായിരുന്നു. അവൻ പക്കാ പാർട്ടിക്കാരനാ. നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. സംശയിക്കേണ്ടതായ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിസാമിൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അതുപോലെ മറഡോണ അവൻ്റെ അന്ത ബന്ധമെന്നല്ലേ പറഞ്ഞേ? അതൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു. പറഞ്ഞു വരുമ്പോൾ ഒരു ബന്ധു, അത്രേ ഉള്ളൂ. പിന്നെ അവൻ്റെ പെങ്ങളൊരുത്തിനോട് ഒളിച്ചോടി പോയിട്ട് ഒരു കൂട്ടുകാരൻ്റെ കൂടെ, ഹിന്ദു ചെക്കൻ. അതിൽ പിന്നെ അവളെ വീട്ടിൽ കയറ്റിയിട്ടില്ല, അവർ വന്നിട്ടുമില്ല. അവർ ബാംഗ്ലൂരാ. കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു റൂൾസും വേണ്ട. അവിടെ തപ്പാൻ പറ. ഓക്കെ, ഡൺ. സെക്യൂരിറ്റി 10B തന്നെയല്ലേ പറഞ്ഞു? ആ, ആൻസർ പറയടാ. ഇവിടെ ആരും ഇല്ലടാ. കുറച്ച് ദിവസമായി ഫ്ലാറ്റൊക്കെ പൂട്ടിക്കിടക്കുക. ആ ഓക്കെടാ.
എന്താ ഇവിടെ നടക്കണേ? കള്ളക്കടത്താണോ? ആ നായിക എത്തിയാ? ഇന്ന് ലേറ്റ് ആണല്ലോ. എക്സാം ഫീ അടയ്ക്കാൻ പോയതാ. ജോലിയൊക്കെ ആയില്ലേ? ഇനി എന്താ എക്സാം? ഞാനേ ആക്ച്വലി BSc നഴ്സാ. ഓക്കെ. ഞെട്ടിയോ? ഇല്ല. ഇല്ലേ? ഡാ, ഞാൻ വലിയ ഹോസ്പിറ്റലില് വലിയ നഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ട പെണ്ണാ. ഒരു 4 പേപ്പറും കൂടി കിട്ടാനുണ്ട്. ബാക്കിയെല്ലാം കിട്ടി. പക്ഷേ ഇതറിഞ്ഞൂടാത്ത അപ്പച്ചന് മാസം കാശ് അയച്ചു കൊടുക്കണം. അതിനാണ് ഈ പാർട്ട് ടൈം പരിപാടി. ഓ, അപ്പൊ ഉത്തരവാദിത്തമുള്ള പെൺകുട്ടിയാണല്ലേ? അയ്യേ, ഉത്തരവാദിത്വമൊന്നുമില്ല. പാസ്സായിട്ടില്ലെന്ന് അപ്പച്ചൻ അറിഞ്ഞാ വെട്ടിക്കറി അടുപ്പത്ത് വെക്കും. +2 കഴിഞ്ഞ് ജീനിയും ജോളിയും നഴ്സിംഗിന് പോവാന്ന് പറഞ്ഞപ്പോ എനിക്കും പോണെന്നും പറഞ്ഞു ഒറ്റ കരച്ചിലായിരുന്നു. മാനം കാക്കണ്ടേ? കാലൊക്കെ റെഡി ആയിട്ട് നാട്ടിൽ പോകുമ്പോ തിരുവല്ല വഴിക്കൊന്നും പോണം. അയ്യടാ, ആ വെള്ളം ഒന്ന് വാങ്ങി വെച്ചേരെ. അതിനുള്ളൊക്കെ ഞാൻ പാസ്സാവും. ഇപ്പൊ വരാം. എന്തു പറ്റി? ഹലോ, ഇനി എന്നെ പെട്ടി മൂത്രമൊഴിക്കോ? നീ മൂത്രമൊഴിക്കടാ. മർഡോണ. ഓ എടോ സോറിടോ. ഹലോ. ഹലോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ അന്ന് വെളുപ്പിന് 3 മണിക്കല്ലേ? ആകെ ഒരു ബഹളായിരുന്നു. ഞാൻ കരുതി ഇവളെടുത്ത് വെച്ചിട്ടുണ്ടാവുന്നു, ഇവള് കരുതി ഞാനും. അങ്ങനെ കൺഫ്യൂഷൻ. കുഴപ്പമില്ല ശ്രീയേട്ടാ, ഞാനും റാംബോ കൂടെ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. റാംബോ, ഹേയ് കുഴപ്പമൊന്നുമില്ല. അല്ല നീ എങ്ങനെ ഒരാഴ്ച മാനേജ് ചെയ്തേ? ഇവള് ഒരു ദിവസം മാറിയാൽ തന്നെ എനിക്ക് ഇറിറ്റേഷനാ. വേണമെന്ന് വെച്ചൊന്ന് പുറത്തിറങ്ങാനാണോ പാട്? പിന്നെ ഞങ്ങളാ ട്രിപ്പ് പിടിച്ച് അങ്ങോട്ട് പോയി. അടച്ചിട്ടൊന്നുമില്ല. അത് ഇപ്പോഴല്ലേ, നേരത്തെ അടച്ചിട്ടൊന്നുമില്ല. നീ ജയിച്ചു, ഇനി എന്നോട് കളിക്കാനില്ല. ഞാനില്ലടാ, നിങ്ങൾ കളിച്ചാൽ മതി പ്ലീസ്. ഞാനില്ല ദേവകുട്ടി, പ്ലീസ് വാ കളിക്കാം. ഞങ്ങൾ ആ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. രസമുള്ള സ്ഥലമല്ലേ? ആ നന്നായിട്ടുണ്ട്. പോയിണ്ടോ അവിടെയൊക്കെ? ഇല്ല, പോയിട്ടില്ല. ഓ, ഞാൻ കളിച്ച് ശരിയാവില്ല മോളെ. ചേട്ടാ ഞാൻ തുടങ്ങി പോട്ടെ. വേണ്ട മോളെ, ശരിയാവില്ല. എടാ ചെല്ലടാ, അവൾ ഇത്ര പറയണതല്ലേ? ഇല്ല ഞാൻ ചുമ്മാ ഇരിക്കണോ, രസമല്ലേ കളി. റെഡി? ഒരു ചോദ്യം കൂടി മിസ്റ്റർ കോയിക്കൽ. താങ്കൾക്കെതിരെ എതിർകക്ഷിയുടെ ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയകൾ വഴി വലിയൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിനാണ് നടക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? മിസ്റ്റർ ഭഗത്, ടിവിയിലൊക്കെ വരുന്നൊരു പരസ്യമുണ്ട്, താങ്കളും കണ്ടു കാണും. ഒരു ബോഡി സ്പ്രേയുടേത്. അത് വാങ്ങി ഉപയോഗിച്ചാൽ സ്ത്രീജനങ്ങൾ കെട്ടും പൊട്ടിച്ച് ആണുങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞു വരും എന്നൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ അത് വാങ്ങി ഉപയോഗിച്ചവരോ അത് വെറും ഒരു പരസ്യമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? ഇത് തന്നെയാണ് എന്റെ വിശ്വാസവും. താങ്ക് യു മിസ്റ്റർ കോയിക്കൽ. ബൈ ഇലക്ഷൻ നടക്കുന്ന പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കോയിക്കൽ ചന്ദ്രശേഖരനായിരുന്നു മൈസൂരിൽ നിന്നും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഇനി ഒരിടവേള. എന്താ മോളിത്? കരയണോ? ദേക്കുട്ടി രണ്ടുപേരെ തോപ്പിച്ചില്ലേ? അവനൊരാളല്ലേ തോപ്പിച്ചുള്ളൂ? സ്ട്രോങ് അല്ലേ? എടാ നിനക്കൊന്ന് തോറ്റു കൊടുത്തൂടെ? കുഞ്ഞല്ലേ ഇത്?
അതെങ്ങനെ തോറ്റു കൊടുക്കണേ? മത്സരമല്ലേ? കരയണ്ട സാരി. ആ പറയുക. നീ ഒന്ന് മൈസൂർ വരെ പോകണം. അവിടെ ഏതോ ഒരു ഹോസ്പിറ്റൽ അവനുണ്ട്, അരവിന്ദ്. ശരിക്കാ. ശ്രീ, അപ്പം മറഡോണയുടെ കാര്യം എങ്ങനെയാ? 2 ദിവസം കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോവല്ലോ, അപ്പോൾ നമുക്ക് നോക്കാം. എന്നാലും നിസാമൊക്കെ നമ്മളെ പിന്നെ വിളിച്ചേയില്ലല്ലോ. നമ്മൾ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നില്ലേ കുറച്ച് ദിവസം. പുള്ളി വിളിച്ചു കാണും, കിട്ടാത്താവും. എനിക്കെന്തോ അങ്ങനെ ചിന്തിക്കാനേ തോന്നുന്നില്ല. നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്? നിസാമിക്കയ്ക്ക് നമ്മളോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ല. കറിനോട് എൻ്റെ കാന് മൂപ്പർക്ക് ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മളെ വിളിച്ചത്. ഈടോ അവിടെ ഇലക്ഷൻ്റെ തിരക്കിലായിരിക്കും പുള്ളി അത് കഴിഞ്ഞ് വിളിച്ചോളും. നീ കിടന്നോ. ഇച്ചായൻ പറഞ്ഞ പോലെ മർഡോണയുടെ ഉമ്മയുടെ ഫോൺ ഡീറ്റെയിൽസ് നോക്കി, നോട്ടബിളായിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ സുധിയുടെ വൈഫിൻ്റെ. ഒരാഴ്ച കൂടുമ്പോൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഡൺ. இந்த பசங்களை பார்த்துருக்கியா? இருந்தாலும் இன்னைக்கு காலையில் தான் சார் வெக்கேட் பண்ணி போனாரு. இந்த 2 பேர் இருந்ததில்ல? இல்லை சார், இவர் மட்டும்தான் இருந்தார். ஏதாவது பிரச்சனையா சார்? இல்லை, பையன் கிரிமினல். பையன் கிரிமினலா? இந்த நாகர்கோவில் கன்னிகுமாரி ஹோட்டல் ஓனர்ஸ் வாட்ஸ்அப் குரூப் அந்த மாதிரி ஏதாவது இருக்கா? இல்லை சார், அந்த மாதிரி குரூப் எல்லாம் எதுவும் இல்லை சார். ഞാൻ വിചാരിച്ചപ്പോൾ തന്നെ നമ്മൾ സുധിയെ തപ്പി ഇറങ്ങുന്നു. എങ്ങോട്ട്? ഹേയ്, അപ്പം അവനെ പിടിക്കണ്ടേ? എന്നെ പണ്ട് പോലീസ് പിടിക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്നെ പിടിക്കുക എന്നുള്ള പോലീസിൻ്റെ ആവശ്യത്തിനേക്കാളും വളരെ വലുതാണല്ലോ ഒരിക്കലും പിടിക്കപ്പെടരുന്നുള്ള എൻ്റെ ആവശ്യമൊന്നും. എന്നിട്ടും അവരെന്നെ പിടിച്ചു. പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നീ ഇപ്പോൾ ഈ കാണിക്കുന്ന ആവേശം ഉണ്ടല്ലോ, ആ ആവേശത്തിലായിരുന്നു ഞാൻ. അവർ ഭയങ്കര കൂളുമായിരുന്നു. പിന്നെ അതൊക്കെ മനസ്സിലാക്കി വന്നപ്പോഴേക്കും റോസി എന്നെ കെട്ടി. ചേച്ചി അങ്ങോട്ട് ഒതുക്കിയെന്ന് പറഞ്ഞാൽ പോരെ? ഡാ എൻ്റെ 2 പേരെ വെട്ടുന്നതിനേക്കാൾ ചലഞ്ചാണ് 2 പേരെ പോറ്റുക എന്നുള്ളത്. നിനക്ക് പതുക്കെ മനസ്സിലാവും. ഹേ ദിയ. ഹായ്. ഹലോ, ഗുഡ് മോർണിംഗ്. ബാൽക്കണി ഫ്രണ്ട്സാ. ബൈ. ബൈ. ഞാൻ ഭം